ഈ കൂട്ടത്തിൽ എന്റെ കടയിൽ നിന്ന് സാരി വാങ്ങിയ ആളില്ല സാർ. തീർച്ചയാണോ? അതെ. വീണ്ടും ഒരു കാര്യം കൂടെ വ്യക്തമായിരിക്കുന്നു സർ. അശ്വതിയെ കൊന്നത് ഇവരിൽ ആരെങ്കിലും ആണെങ്കിൽ തന്നെ തീർച്ചയായും നമ്മൾ അറിയാത്ത ഒരു സഹായി ഉണ്ടായിരുന്നിരിക്കണം കൂടെ. അയാളായിരിക്കും കടയിൽ നിന്ന് സാരി വാങ്ങിയത്. ആരായിരിക്കും ആ സഹായി? സർ, നമ്മുടെ ഓഫീസിൽ നിന്നൊരു ഫോൺ വന്നിരുന്നു. മോഹൻ അവിടേക്ക് വിളിച്ചിരുന്നെന്നും പറഞ്ഞു. ഏത് മോഹൻ? പ്രൊഡ്യൂസർ മോഹൻ, അശ്വതിയുടെ. ഓ, നമുക്ക് അയാളുടെ വീട് വരെ ഒന്ന് പോവാം. സർ. മോഹൻ എന്ന് എപ്പോഴാ അശ്വതിയുമായി പിരിഞ്ഞത്? ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാർ. ഒരു 9 മണിയായി കാണുമെന്നാ തോന്നുന്നത്. അശ്വതി ആരെങ്കിലും ഭയപ്പെടുന്നതായോ വല്ലതും പറഞ്ഞോ? ഇല്ല, അശ്വതി അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല. ഷീ ഈസ് വെരി ബോൾഡ്. എക്സ്ക്യൂസ് മീ. ഹലോ. അതെ, അച്ഛൻ വന്നില്ലല്ലോ. ഉടനെ വരും. ശരി, പറയാം. അന്ന് മോഹൻ അശ്വതിയുടെ മുറിയിൽ ഇരുന്നപ്പോ ആരുടെയെങ്കിലും ഫോൺ വന്നിരുന്നോ? വന്നിരുന്നു. ആരാ വിളിച്ചത്? അതറിയില്ല സാർ. സംസാരിക്കുന്നതിന് മുമ്പ് ലൈൻ ഡിസ്കണക്ട് ആയി. എത്ര മണിക്കാ ഫോൺ വന്നത്? ജസ്റ്റ് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ്. കാള് വീണ്ടും വന്നോ? ഇല്ല, ഞാൻ ഇറങ്ങുന്നവരെ വന്നില്ല. വിക്രം, ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി. ഹലോ. ഇതാണച്ചാ. എനിക്ക് മനസ്സിലായി. മിസ്റ്റർ സേതുരാമയ്യർ അല്ലേ? അതെ. നമ്മൾ നേരിട്ട് കാണുന്ന ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഓമന കൊലക്കേസ് നിങ്ങളുടെ പെർഫോമൻസ് അത്യുഗ്രമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. CBI അച്ഛന്റെ ഒരു പഴയ ക്ലയന്റാ. അതെ, അവർക്ക് വേണ്ടിയിട്ട് പല കേസിലും ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റനിങ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. മോഹൻ. വിക്രം സർ, നമുക്ക് ആ ഹോട്ടലിലെ ടെലിഫോൺ ഓപ്പറേറ്റർ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. അതുകൊണ്ട് പ്രയോജനമുണ്ടോ സർ? പെന്നിക്ക് എങ്ങനെ മനസ്സിലായി വന്ന കോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന്? റിസീവറിലൂടെ റെയിൽവേ അനൗൺസ്മെന്റ് കേട്ടു സർ. ഓ, പബ്ലിക് കോളിൽ നിന്നാണോ വിളിച്ചത്? ആയിരിക്കും സർ. എന്താ ചോദിച്ചത്? അശ്വതി ഉണ്ടോ എന്ന്. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഉണ്ട്, കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഡിസ്കണക്ട് ആയി. ഡിസ്കണക്ട് ആയതാണോ ലൈൻ കട്ട് ചെയ്താണോ? അതറിഞ്ഞൂടാ സർ. വീണ്ടും വിളിച്ചോ? ഇല്ല. ഹോട്ടലിൽ അശ്വതി ഉണ്ടോ എന്ന് അറിയണം. അതായിരിക്കും അയാളുടെ ഉദ്ദേശം. പിന്നെ പോയിക്കോളൂ. ശരി സർ. നമുക്കൊന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോയാലോ? സംഭവം നടന്നിട്ട് കുറെ ദിവസമായില്ലേ സർ? ഇനി അത് ശരിയാ. എന്നാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ? ഏതാ സർ ഡേറ്റ്? 3789. നമ്പർ എത്രയെന്നാ പറഞ്ഞത്? 87152. ദേ ഉണ്ട് സർ. 87152. ഒരു നമ്പർ കൂടി ഉണ്ട്, 353401. രണ്ടും ഒരാൾ വിളിച്ചാണോ? അതെ സർ. അതെങ്ങനെ മനസ്സിലായി? രണ്ടിന്റെ ചാർജ് ഒന്നിച്ച് എഴുതിയിരിക്കുന്നത്. എത്ര മണിക്കാണ് വിളിച്ചതെന്നറിയാമോ? ഇതിൽ സമയം എഴുതാറ് പതിവില്ല സർ. ഏതാണ്ട് രാത്രി 8-9 മണിയാ കാണും. സമയം എഴുതാറ് പതിവില്ലെന്ന് താനല്ലേ പറഞ്ഞു. പിന്നെ 8-9 മണിയാണെന്ന് എങ്ങനെ അറിയാം? അതല്ല സാർ, ഞാൻ രാത്രി 9 മണിക്കായി ഈ ബൂത്ത് ക്ലോസ് ചെയ്യുന്നത്. ഇതെന്ന് അവസാനം വിളിച്ച നമ്പരാ, അതുകൊണ്ടാ. ആളെ ഓർക്കുന്നുണ്ടോ? ഇല്ല സർ. ചാക്കോ, മോഹൻ കച്ചേരിപ്പടി. ശശി വൈറ്റില. രാജു എഴുന്നേറ്റു.
ഇവിടുന്ന് പോകുന്ന എല്ലാ വണ്ടികളും ഇതുപോലെ രജിസ്റ്റർ ചെയ്യാറുണ്ടോ? എല്ലാ വണ്ടിയും രജിസ്റ്റർ ചെയ്യാറില്ല, ഓട്ടോയും ടാക്സിയും. എന്തൊക്കെ പർട്ടിക്കുലേഴ്സാ ഇതുപോലെ എഴുതി വെക്കാറ്? അറിഞ്ഞിട്ട് എന്ത് വേണം? സോറി സാർ, മനസ്സിലായില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതിൽ വണ്ടി നമ്പറും പാസഞ്ചറുടെ പേരും പോകുന്ന സ്ഥലവും സമയവും എഴുതാറുണ്ട് സാർ. ഒന്ന് നോക്കിക്കോട്ടെ. ശരി സാർ. ഹോട്ടൽ പ്രസിഡന്റ്, പക്ഷേ അത് ഉച്ചയ്ക്ക് 1:30. KCT 781 ഓട്ടോറിക്ഷ SJ നായർ, ഹോട്ടൽ പ്രസിഡന്റ്, 8:50 PM. ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടുപിടിക്കാൻ എന്താ വഴി? 10,000 ഓട്ടോറിക്ഷ ഉള്ളതാ, പെട്ടെന്ന് എങ്ങനെയാ? പോട്ടെ, താങ്ക് യു. ഇറങ്ങി വേണം. താനാണോ KCT 781 ഡ്രൈവർ? അതെ സാർ. എന്താ പേര്? മിനിമോൾ. മിനിമോൾ എന്നാണോ നിങ്ങളുടെ പേര്? അല്ല, അത് ഓട്ടോറിക്ഷയുടെ പേരാണ്. നിങ്ങളുടെ പേരെന്താ? മാധവൻ. Shall I take him? യെസ് സർ. എന്താ സാർ? I am sorry, Mr. Mohan. You are under arrest. എന്തിനാ സാർ? അശ്വതിയെ അവസാനമായി കണ്ടതും സംസാരിച്ചതും നിങ്ങളാണ്. അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതിന് കാരണക്കാരൻ നിങ്ങളാണ്. അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. എന്ത് തെളിവാണ് സാർ? അതൊക്കെ വിശദമായിട്ട് പറയാം. പ്ലീസ് കം വിത്ത് us. പ്ലീസ്. നമസ്കാരമുണ്ട്. താങ്ക് യു. ഞാൻ കോടതി വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഗുമസ്തം എന്ന് പറഞ്ഞത്. കേട്ട പാടെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്താ സാർ കാര്യം? എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? മോഹൻ, എന്തു പറ്റി? നീ എന്താ ഇവിടെ? മിസ്റ്റർ ജനാർദ്ദനൻ നായർ, അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മോഹൻ അതിൽ പങ്കുണ്ടെന്നുള്ളതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളുമുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ സ്പീക്കിംഗ് മിസ്റ്റർ അയ്യർ. എന്റെ മകൻ അശ്വതിയെ കൊന്നിട്ടുണ്ടെന്നോ അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നോ? യെസ്, ഐ എം ടെല്ലിംഗ് ദ സെൻസ് മിസ്റ്റർ നായർ. അശ്വതി അവസാനമായി കണ്ടതും സംസാരിച്ചതും മോഹനാണ്. അതിന് മോഹൻ അശ്വതിയെ കാണാൻ വന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. 9 മണിക്ക് മോഹൻ തിരിച്ചുപോയി എന്നുള്ളത് മോഹന്റെ മൊഴിയാണ്. അതിന് സാക്ഷികളില്ല. 9:30 അശ്വതിയുടെ മരണം നടക്കുന്നു. 9-നും 9:30-നും ഇടയ്ക്ക് മറ്റാരും അശ്വതിയെ കണ്ടതായി തെളിവുകളില്ല. അപ്പോൾ 9 മണിക്ക് പോയി എന്ന മോഹന്റെ മൊഴി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ 9 മണിക്ക് മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഹോട്ടൽ പ്രസിഡന്റിലേക്ക് വിളിച്ച് അശ്വതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അയാളുടെ ഉദ്ദേശം അശ്വതി ഹോട്ടലിൽ ഉണ്ടോ എന്നറിയണം, അത്രമാത്രം. 353401 നിങ്ങളുടെ വീട്ടിലെ നമ്പറല്ലേ? അതെ. തുടർന്ന് അയാൾ ആ നമ്പറിലും വിളിച്ചിരുന്നു. ആരാണ് അറ്റൻഡ് ചെയ്യുന്നറിയില്ല. നിങ്ങളുമായും അശ്വതിയുമായും ബന്ധമുള്ള ഒരാളാണ് ഈ 2 കോളും ചെയ്തിരിക്കുന്നത്. ഒരു സഹായം ഇല്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അശ്വതിയെ കൊന്നു കെട്ടിത്തൂക്കാനാവില്ല. വിളിച്ചയാൾ മോഹനെ സഹായിക്കാനെത്തിയ സുഹൃത്തോ അല്ലെങ്കിൽ സഹായിക്കാൻ വാടകയ്ക്കെടുത്ത ആളോ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമയത്ത് താൻ വീട്ടിലില്ലെങ്കിൽ അശ്വതിയുടെ മുറിയിൽ ഉണ്ടാവുമെന്ന് മോഹൻ മുൻകൂട്ടി അയാളോട് പറഞ്ഞു കാണും. ഞാൻ അശ്വതിയുടെ മുറിയിൽ ഉണ്ടായിരുന്നപ്പോ ഫോൺ വന്ന കാര്യം ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ വാടകയ്ക്കെടുത്ത ആളാണ് ഫോൺ ചെയ്തതെങ്കിൽ ഞാൻ എന്തിനു സമ്മതിക്കണം? അനിയന് തെറ്റിപ്പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്ന കാര്യം ഹോട്ടലിലെ ഓപ്പറേറ്ററാ ഞങ്ങളോട് പറഞ്ഞത്. അത് ചോദിച്ചപ്പോ
മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വന്നു അല്ലേ? കൂടാതെ അശ്വതിയെ തൂക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന സ്റ്റൂളിൽ നിന്നുകൊണ്ട് സീലിംഗിലെ ഹൂക്കിൽ സാരി ഒരുക്കാൻ 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരാൾക്കേ കഴിയൂ. മോഹൻ 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ട്. ഇനി കൊല്ലാനുള്ള മോട്ടീവും സഹായി ആരാണെന്നും കൂടി അറിഞ്ഞാൽ കിട്ടുന്ന കേസൊക്കെ കൊലപാതകമാക്കാനുള്ള ആക്രാന്തത്തില് കെട്ടിച്ചമച്ച ഈ കീറാമാറാപ്പ് ആര് വിശ്വസിക്കും മിസ്റ്റർ? സംശയിച്ചവരൊക്കെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. പിന്നെ കിട്ടിയവനെ കുറ്റവാളിയാക്കുക. കൊള്ളാം, നന്നായിരിക്കുന്നു. ഇതാണോ CBIയുടെ രീതി? ഐ വിൽ സ്യൂ യു ഫോർ ദിസ്. മാനനഷ്ടത്തിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. മുറിയിലിരുന്ന് സംസാരിച്ചത് കൊണ്ടോ 6 അടി പൊക്കമുള്ളത് കൊണ്ടോ ഏതോ ഒരുത്തൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്തത് കൊണ്ടോ ഒരാൾ കുറ്റവാളിയാകുമോ എന്ന് എനിക്കൊന്നറിയണം. കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ആ കടയുടമസ്ഥൻ വാങ്ങിയ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ല. അശ്വതിയെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി വാങ്ങിയത് മോഹനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ കടയുടമസ്ഥൻ മോഹനെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. No! You are lying! You are a bloody liar! എന്റെ മോൻ ഒരു കടയിൽ നിന്നും സാരി വാങ്ങിച്ചിട്ടില്ല. താൻ പച്ചക്കള്ളമാണ് പറയുന്നത്. വിക്രം സർ, മോഹനല്ല സാരി വാങ്ങിയതെന്ന് എങ്ങനെ മനസ്സിലായി? പറയണം സർ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പറയണം മിസ്റ്റർ.